വസ്തുതാവിരുദ്ധവും മാനഹാനി ഉണ്ടാക്കുന്നതുമായ പരാമർശത്തിനെതിരെ മുൻ ഡിവൈഎഫ്ഐ നേതാവ് മനു തോമസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പി ജയരാജന്റെ മകൻ ജെയിൻ രാജ് അഭിഭാഷകനുമായി ചർച്ച നടത്തിയെന്നും ജെയിൻ രാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അർജുൻ കല്യാൺ നൽകും വിശദാംശങ്ങൾ. അർജുൻ, ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയുള്ള വാദപ്രതിവാദങ്ങൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ എന്താണ് പുതിയ പോസ്റ്റിൽ പറയുന്നത്? മനു തോമസ് ഗുരുതരമായ ആരോപണം എന്ന് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയുള്ള ഈ പോസ്റ്റിൽ എന്താണ് പറയുന്നത്? ശ്രുതി, അതായത് പി ജയരാജന്റെ മകൻ ജെയിൻ രാജാണ് ഇപ്പോൾ മനു തോമസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരിക്കുന്നത്. അതായത് എനിക്കെതിരെ നടത്തിയ വസ്തുതാ വിരുദ്ധവും മാനഹാനി ഉണ്ടാക്കുന്നതുമായ പരാമർശങ്ങൾക്കെതിരെ മനു തോമസിനും അതുപോലെ തന്നെ വാർത്ത സംപ്രേഷണം ചെയ്ത വാർത്താ ചാനലിനും അതിന്റെ റിപ്പോർട്ടർക്കും എതിരെയുമെല്ലാം തന്നെ ഇത്തരത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിനകത്ത് ജെയിൻ രാജ് പങ്കുവെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നിയമ നടപടി സ്വീകരിക്കുന്നത് അഭിഭാഷകരുമായി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ജെയിൻ രാജ് ഇതിന്റെ ഭാഗമായി ഈ പോസ്റ്റിനകത്ത് പങ്കുവെക്കുന്നു. കഴിഞ്ഞ ദിവസം പി ജയരാജനും സമാനമായ രീതിയിൽ തന്നെ തനിക്കെതിരെ ഇത്തരത്തിൽ ആക്ഷേപകരമായ രീതിയിലുള്ള പരാമർശം നടത്തിയിട്ടുള്ള മനു തോമസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ മകനും കൂടി ഇത്തരത്തിൽ മനു തോമസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി പുറപ്പെടുകയാണ്. എന്തായാലും ഇത്തരത്തിൽ ഫേസ്ബുക്ക് ആക്രമണങ്ങൾ വീണ്ടും തുടരുകയാണ്. ഒരുപക്ഷെ ഇനി തുടർ കമന്റുകളും പോസ്റ്റുകളും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമായി ഉണ്ടാവാനും സാധ്യതയാണ്. മനു തോമസിനെ കൂടുതൽ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നുള്ള പാർട്ടി പലതരത്തിൽ പല രീതിയിൽ എല്ലാവരോടും തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഇത്തരത്തിൽ ഓരോ ഘട്ടത്തിൽ ഇത്തരത്തിൽ പ്രകോപനവുമായി എത്തുന്നത് ഒരു തരത്തിലും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് പാർട്ടി കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും കൂട്ടാക്കാതെ പി ജയരാജനെ പോലുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാന സമിതി അംഗത്തിന്റെ മകൻ ഇത്തരത്തിലുള്ളൊരു ഈ കമന്റ് ഇപ്പോൾ ഇടുന്നത് ഒരുപക്ഷെ വീണ്ടും മനു തോമസിനെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി കാരണമായേക്കും. അത് വീണ്ടും ഈ സംഭവങ്ങളെല്ലാം തന്നെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുന്നതിന് വേണ്ടി ഒരുപക്ഷെ മനു തോമസ് തയ്യാറാവുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനമായി പറയാനുള്ളത് ജെയിൻ രാജ്, പി ജയരാജന്റെ CPM സംസ്ഥാന സമിതി അംഗം പി ജയരാജന്റെ മകൻ ജെയിൻ രാജ് മനു തോമസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ അഭിഭാഷകനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യമാണ് ഈ ജെയിൻ രാജ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വ്യക്തമാണ്. പി ജയരാജന്റെ മകൻ ജെയിൻ രാജിന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് വന്നിരിക്കുന്നത്. നിയമ നടപടിക്ക് ഒരുങ്ങുന്നു എന്നാണ് കുറിപ്പിൽ പറയുന്നത്. അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.